Good afternoon, everyone. Welcome to Thaipusha 2025 Culture Program. Praise the Lord. In the most holy name of Jesus Christ, I warmly welcome our beloved Bishop Mar Joseph Srambikal, Anthony Achan, Joseph Achan, Sister Jean, respected priest, respected sisters, and all my dear sisters and brothers who gathered here today. Today we celebrate the gifts, strength, culture, and living faith of women. As Jesus said, you are the light of the world. May this program reflect that light. Let us begin by inviting the gentle and powerful presence of the Holy Spirit into our midst. മാർത്തോമാ സ്ലീഹായുടെ വിശ്വാസ പൈതൃകത്തിൽ വളർന്നു നിൽക്കുന്ന നമ്മുടെ ഗ്രേറ്റ് ബ്രിട്ടൻ സീറോ മലബാർ സഭയുടെ നാമത്തിൽ എല്ലാവർക്കും തൈബൂസ 2025 സ്വാഗതം. Myself, Sidara Matthew, eparchial counselor from Bristol Cardiff region. I am Sheena Matthew, the eparchial counselor of Oxford region. പരിശുദ്ധ കുർബാനയുടെയും സംസ്കാര പരമ്പരകളുടെയും സൗന്ദര്യ സമ്പുഷ്ടത നിറഞ്ഞ ഈ ആചാരസമ്പന്നമായ സീറോ മലബാർ സഭയുടെ മക്കളായി ഗ്രേറ്റ് ബ്രിട്ടൻ രൂപതയിലെ 12 റീജിയനിൽ നിന്നും നാം ഇന്നിവിടെ ഒരുമിച്ച് കൂടിയിരിക്കുന്നു. ഇന്ന് നമ്മുടെ രൂപതയിലെ വുമൺസ് അവരുടെ പ്രതിഭയും സൃഷ്ടിപരമായ കഴിവുകളും പ്രദർശിപ്പിക്കുന്ന ദിനമാണ്. ഇനിയുള്ള നിമിഷങ്ങൾ നമുക്ക് നമ്മുടെ കണ്ണുകളും ഹൃദയവും തുറന്ന് നമ്മുടെ ടാലൻറ്റഡ് ആയിട്ടുള്ള പാർട്ടിസിപ്പൻസിനെ വേദിയിലേക്ക് സ്വാഗതം ചെയ്യാം. Are you all ready? നമുക്ക് പ്രോഗ്രാം സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ. To set a prayerful tone, let us begin with a prayer dance which will be performed by the Leeds region. So, we now invite Leeds region to the stage.
താങ്ക് യു ലീഡ്സ് റീജിയൻ. താങ്ക് യു സോ മച്ച് ഫോർ ദിസ് അമേസിംഗ് പെർഫോമൻസ്. വളരെ വൈബ്രൻ്റ് ആയിട്ടുള്ളൊരു പെർഫോമൻസ് ആയിരുന്നു അല്ലേ ഷീന? വളരെ സോ വിശ്വാസത്തിൻ്റെ ഉത്സവവും ദൈവസ്നേഹത്തിൻ്റെ ശാന്തിയും നിറഞ്ഞ ഇന്നത്തെ ഈ സംഗമത്തിന് ഒരു പുതു വൈഭവം പകരാൻ നമ്മുടെ ഈ വെൽക്കം ഡാൻസിന് സാധിച്ചു എന്ന് ഞാൻ കരുതുന്നു. നല്ലൊരു കയ്യടി കൊടുക്കാമോ ലീഡ്സ് റീജിയന്? Are you ready for the next program? Any guess who is going to perform? Yeah. Yes, of course. Next, I am going to invite Southampton region. They are going to present the Thomas Liha Vanjipat, a traditional boat song honoring Saint Thomas the Apostle. Please welcome Southampton region to the stage.
taking on. താങ്ക് യു സൗത്താംപ്ടൺ. നല്ലൊരു അടിപൊളി വഞ്ചിപ്പാട്ടായിരുന്നു. ശരിക്കും ആദ്യമായിട്ട് ആ സ്ട്രെയിറ്റ് നിന്നുള്ളൊരു തിരുവാതിര കാണുന്നത്. എന്താണേലും ലാസ്റ്റ് അവർ അത് റൗണ്ടിൽ ഒപ്പിച്ചു. സോ എങ്ങനെയുണ്ടായിരുന്നു ഷീന? ഡിഡ് യു എൻജോയ് ഇറ്റ്? ഓ, എനിക്കിഷ്ടപ്പെട്ടു. നിങ്ങളിതിന് മുന്നേ കണ്ടിട്ടുണ്ടോ ഈ പ്രോഗ്രാം? ഞാൻ ആദ്യമായിട്ടാണ് കേട്ടോ കാണുന്നത്. ശരിക്കും ഒരു വള്ളത്തിൻ്റെയും 2 ആനയുടെയും കുറവ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അല്ലാതെ അവർ നമ്മളെ ശരിക്കും കേരളത്തിലായിട്ട് നമ്മുടെ ഓർമ്മകളെ കൊണ്ടുപോയി. അതുപോലെ തന്നെ മാർത്തോമാസ് ലീഹായെയും എല്ലാം നമുക്ക് മാർത്തോമാസ് ലീഹായുടെ ജീവചരിത്രവും എല്ലാം നമുക്ക് ഈ വഞ്ചിപ്പാട്ടിലൂടെ സൗത്താംപ്ടൺ റീജിയൻ നമുക്ക് പറഞ്ഞു തന്നു. സോ നല്ലൊരു കയ്യടി കൊടുക്കാമോ സൗത്താംപ്ടൺ റീജിയന്? Okay, once again, thank you, Team Southampton. Next we are going to invite Manchester region to perform a vibrant group dance. Let's invite the Manchester region to the stage, please.
Thank you Team Manchester for the wonderful performance. നെക്സ്റ്റ് സ്കോട്ട്ലൻഡ് റീജിയൻ നമുക്കായി ഒരുക്കുന്നത് മനോഹരമായ ഒരു റംബാൻ പാട്ടാണ്. എ ട്രഡീഷണൽ ഡിവോഷണൽ സോങ് ബ്യൂട്ടിഫുള്ളി പ്രൈസസ് ദ ലോർഡ് ആൻഡ് ടേക്സ് us in a spiritual journey through faith and devotion. ഈ പാട്ടിലെ ഓരോ സ്വരവും താളവും നമ്മുടെ ഹൃദയങ്ങളിൽ ദൈവസ്നേഹത്തിൻ്റെ പ്രഭാവം വീഴ്ത്തും. So sit back, open your eyes and heart and enjoy the melody of Ramban part will uplift your soul. So let us welcome Scotland region to the stage. റംബാൻ പാട്ട് വിശ്വാസത്തിൻ്റെ ശബ്ദവും ചരിത്രത്തിൻ്റെ പ്രതിധ്വനിയും ചേർന്നിഴുകി തലമുറകളെ ബന്ധിപ്പിക്കുന്ന പൈതൃകം. കേരളത്തിലെ മാർത്തോമ ക്രൈസ്തവ സമൂഹത്തിൻ്റെ ആത്മീയതയും സാംസ്കാരികതയും പാരമ്പര്യവും കാലത്തിൻ്റെ തിരമാലകളിൽ പതഞ്ഞു നിന്നിരുന്ന കഥകളും കാഹളങ്ങളും പതുക്കെ ഉയർത്തെഴുന്നേറ്റ് സംഗീതമായി മാറിയ പാട്ട്. നിശബ്ദത തകർക്കുന്ന താളം, ഹൃദയങ്ങളെ ഒരുമിപ്പിക്കുന്ന സ്വരം, ജീവിതത്തെ പ്രകാശിപ്പിക്കുന്ന ഒരു പാരമ്പര്യം, ഇവയൊക്കെ വീണ്ടും പുനർജനിക്കുന്നു സ്കോട്ട്ലൻഡ് റീജിയൻ സെൻറ്റ് അൽഫോൻസ സെയിൻറ്റ് ആൻ്റണി മിഷൻ എഡിംബറ വുമൺസ് ഫോറം പ്രതിനിധികളിലൂടെ. വിശുദ്ധ തോമസ് ലീഹായുടെ യാത്രയും ആത്മത്യാഗവും ദൈവവചനത്തിൻ്റെ പ്രകാശവും വിശ്വാസ പ്രഘോഷണങ്ങളുമെല്ലാം ഇവിടെ ഒരു സംഗീതമായി പിണഞ്ഞൊഴുകുന്നു. ഈ പാട്ട് ഭക്തിയുടെ ശബ്ദം മാത്രമല്ല, ഒരു സംസ്കാരം ശ്വസിക്കുന്ന നാദമാണ്. അതിൽ ചരിത്രം തിളങ്ങുന്നു, വിശ്വാസം പടരുന്നു, ആത്മാവ് നൃത്തം ചെയ്യുന്നു, ഓർമ്മകളെ പുതുക്കുന്നു. ഓരോ വരിയിലും ഉറങ്ങുന്നു ഒരു ചരിത്രം. ഈ ജീവൻ പകരുന്ന സംഗീതം റംബാൻ പാട്ട് ആസ്വദിക്കാൻ ഞങ്ങൾ നിങ്ങളെ സാദരം ക്ഷണിച്ചുകൊണ്ട് ആരംഭിക്കട്ടെ. അനുഗ്രഹിച്ചാലും. സാക്ഷാൽ ദൈവം മൂവരുവൻ താൻ മാർത്തോമായുടെ സുഹൃതത്താൽ സൂക്ഷ്മമതായി ചരിതം പാടുവതിന്നടിയനു തുണയരണമേ. അരുമാർഗത്തിൻ ഗുരുവരനാകിന മമനാമകനാ മാർത്തോമാ പെരുമാൾ ചോഴൻ താളായുള്ളോ രാവാനോടു സഹിതം കൂടി അറബിയായിൽ കപ്പൽ കയറി മാലിംഗരെ വന്നെത്തിയതാ. അറിവിൻ പരവൻ മിശിഹാക്കാലം 50 ധനുവം രാശിയതിൽ അതിശയകൃതിയാൽ അഷ്ടദിനം കൊണ്ടവിടെ മാർഗം സ്ഥാപിച്ചു. അതിനുടെ ശേഷം ദ്രുതഗതി കൊണ്ട് ഉടനെ മൈലാപ്പൂരെത്തി. പല പല രാജ്യങ്ങളിലും തന്നുടെ അരുൾമാർഗത്തിനറിയിപ്പാൽ പല ജാതികളെ മിശിഹാപക്ക് ചേർത്തൊരു സ്ലീഹാ മാർത്തോമാ. 72 കർക്കിടകത്തിൽ 3 ദിവസം പുലകാലേ വഴിയാത്രകനായി താൻ ചേരുന്നിത് മൈലാപ്പൂരിൽ ചിന്നമലയ്ക്ക്. കാളികാവിൽ പൂജയ്ക്കായി ചെന്നെമ്പ്രാന്മാരും എതിർപ്പെട്ടു. മൂളിക്കൊണ്ടവർ വൈരം തീർപ്പാൻ തന്നെ വളഞ്ഞിവർ ചൊല്ലുന്നു. കാവിൽ വണങ്ങാത്താളുകളാരും ഇന്നീ വഴിയെ പോയിക്കൂടാ. വണക്കം ചെയ്താൽ കാവിനഴിയും തീയാലെന്നായി മാർത്തോമാ. തത്തത്തത്തി മൃതത്തെ തകതത്തത്തി മൃതത്തെ തകതകതക തകതകത്ത് മൃതത്തകതിത്തത്തെ നിന്ദ നിറഞ്ഞൊരു വചനത്തിൻ്റെ കാണണമെന്നായ എമ്പ്രാന്മാർ വന്ദന വലിയൊരു കാളിക്കാവിൽ രുഷ്മ ചെയ്തു മാർത്തോമാ. പേനായെപ്പോൾ കാളിയുമോടി കാവും വെന്തിരു തീയാലേ. പേനായ്ക്കൾ പോൽ മറവെറിവോടെ എമ്പ്രാന്മാരായവരെല്ലാം പരമേശ്വരതയോരോന്നെല്ലാം മാർത്തോമായോടവ ചെയ്തു. വലിയൊരു ശൂലമെടുത്തു
തക ദൈ 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 ദോം ദൈ 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 തിമൃത തക തക ദൈ 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 ദോം ആറുതലിനായി തെരതിലേറ്റി പൊരുവതിനായി തുനിയുമ്പോൾ ആറുതൽ വേണ്ട ഭാഗ്യമടുത്തു എന്നായുടനെ മത്തോമാം വെളിവാൽ ചൂഴും പീഡിതനായി തന്നെ കണ്ടൊരു കൂട്ടങ്ങൾ തെളിവാൽ തക്ക വിധത്തിനാദര എല്ലാം അരുളി മത്തോമാ മൂന്നര നാഴിക പകലാം വരെയും പലവക വീണ്ടും വിധമെല്ലാം മന്നവരോട് കൽപ്പിച്ചയ്യോ കാലം ചെയ്തിതു മാത്തോമാ വെള്ളപ്രാവിന്നു തുല്യമൊരാത്മം പരമാനന്ദ മഹത്വമതായി വെള്ളയണിഞ്ഞോരരുവികളോടെ ആകാശത്തിൽ കയറുന്നു തത്തത്തി മൃതത്തെ തകരത്തത്തി മൃതത്തെ തകരകരകരകരകരത്തി മൃതത്തെ അതിലെങ്ങൊരു സിംഹാസനമതിലായി മതോമാ താൻ വാഴുന്നു അൻപോടു പല ഗുണദോഷങ്ങൾ ഇവരോടു താനരുളുന്നു വമ്പായ പല വക ചെമ്മോത്തുകളും എന്നാളിനുമായി നൽകുന്നു വമ്പായ പല വക ചെമ്മോത്തുകളും എന്നാളിനുമായി നൽകുന്നു എന്നുടെ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും എന്നുടെ മരണം ഓർക്കും മക്കൾക്കെന്നാൽ നന്മകളുണ്ടാകും എന്നുടെ ഖബറിൽ വന്ദനം ചെയ്യുവോർക്കെല്ലാ നന്മകൾ ഞാൻ ചെയ്യും എന്നുടെ ഖബറിൽ വന്ദനം ചെയ്യുവോർക്കെല്ലാ നന്മകൾ ഞാൻ ചെയ്യും എല്ലാ നന്മകൾ ഞാൻ ചെയ്യും എല്ലാ നന്മകൾ ഞാൻ ചെയ്യും ദൈ 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 തക ദൈ 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 തക ദൈ തക 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 ദൈ 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 തക തക ദോം ദൈ 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 തക ദൈ 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 തക തക ദൈ തക ദൈ തക ദൈ ദൈ തക ദോം. ഇനി നമ്മുടെ അടുത്ത പ്രോഗ്രാം സംതിങ് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഒന്നാണ്. വാക്കുകളില്ലാത്ത ബട്ട് ഫുൾ ഓഫ് മീനിങ് ഫുള്ളായിട്ടുള്ള ഒരു സ്റ്റേജ് പെർഫോമൻസ് ആണ് ഇനിയുള്ളത്. എവറി മൂവ്മെൻറ്റ് എവറി എക്സ്പ്രഷൻ വിൽ ടെൽ എ സ്റ്റോറി ഓഫ് ഫെയ്ത്ത് ഹോപ്പ് ആൻഡ് ഗോഡ്സ് ലവ്. ആർക്കെങ്കിലും ഊഹിക്കാമോ ഏതായിരിക്കും ആ പ്രോഗ്രാം എന്ന്? സോറി, ആരോ പറയുന്നുണ്ടല്ലോ. യെസ്, it's a mime performance by Canterbury Region. So open your eyes and heart and feel the message. Let all the gestures and expressions speak directly to you. So please welcome Canterbury Regions to the stage.
What a wonderful performance, Canterbury region. Thank you so much. വാക്കുകളില്ലാതെ കാൻറ്റംബറി റീജിയനെ എത്ര മനോഹരമായിട്ടാണ് ഈശോ ശരീരവും രക്തവും നമുക്കായി ദാനം ചെയ്തതിനെ നമ്മുടെ മുമ്പിലേക്ക് എത്തിച്ചത്. നല്ലൊരു കയ്യടി കൊടുക്കാമോ കാൻറ്റംബറി റീജിയന്? നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോ? എങ്ങനെയുണ്ടായിരുന്നു? താങ്ക് യു. നെക്സ്റ്റ് പ്രോഗ്രാമായി നമ്മുടെ മുമ്പിലേക്ക് വരുന്നത് ക്രിസ്ത്യൻ റീജിയൻ ആണ്. അവരൊരു സ്കിറ്റാണ് ഇവിടെ അവതരിപ്പിക്കുന്നതെന്ന് പറഞ്ഞത്, പക്ഷേ വളരെ സർപ്രൈസിങ് ആയിട്ടുള്ളൊരു സ്കിറ്റാണെന്നാണ് പറഞ്ഞത്. എനിവേ നമുക്ക് നമ്മുടെ കണ്ണുകളും കാതുകളും കൂർപ്പിച്ച് അവരെന്ത് സന്ദേശമാണ് നമ്മളിലേക്ക് എത്തിക്കാൻ പോകുന്നതെന്ന് കാണാം. സോ ലെറ്റ് us വെൽക്കം ക്രിസ്ത്യൻ റീജിയൻ ടു ദ സ്റ്റേജ്. എൻ്റെ അമ്മേ, പരിശുദ്ധ അമ്മേ, ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അമ്മേ, എനിക്ക് ഈ പ്രവൃത്തിക്ക് കൂട്ടു നിൽക്കാനാവില്ല. എനിക്കിന്ന് ജോലിക്ക് പോകാൻ തന്നെ ഒട്ടും മനസ്സ് വരുന്നില്ല. ഇന്നാണ് റോസിൻ്റെ അബോർഷൻ ഡേ. അമ്മേ, ഒരിക്കലും ഒരു അബോർഷൻ അസിസ്റ്റ് ചെയ്യാൻ ഇടവരരുതേ എന്ന് എൻ്റെ ആഗ്രഹം അമ്മയ്ക്കറിയാമല്ലോ. ഈ കൊലപാതകത്തിന് കൂട്ടു നിൽക്കാൻ എന്നെ അനുവദിക്കരുതേ. 2 കുട്ടികളുണ്ട് എന്നതാണ് അമ്മ അവളുടെ കാരണം. അമ്മയ്ക്കറിയാമല്ലോ, ഒരു കുഞ്ഞിന് വേണ്ടി കൊതിക്കുന്ന എത്രയോ പേരെയാണ് ഞാൻ ദിവസവും കാണുന്നത്. സ്വന്തം കുഞ്ഞല്ലേ അമ്മേ. ആ കുഞ്ഞിനെ കൊല്ലാനുള്ള റോസിൻ്റെ തീരുമാനം മാറാൻ അമ്മ തിരുക്കുമാരനോട് അപേക്ഷിക്കണമേ. മിടുക്കി, മിടുമിടുക്കി, എത്ര നല്ല തീരുമാനമാണ് നീ എടുത്തത്. നാളെ ഈ കുഞ്ഞ് എന്നേക്കുമായില്ല. നീ സ്വതന്ത്രയാകും. എന്തൊരു നാണക്കേടിൽ നിന്നാണ് നീ രക്ഷപ്പെടാൻ പോകുന്നത്. വല്ലവരും കേട്ടാൽ എന്ത് പറയും? പിന്നെ നിന്റെ ഭർത്താവിൽ നിന്റെ ആ പ്രിയതമൻ, അവനും നിന്നെ വെറുക്കാൻ തുടങ്ങും. എന്താണെന്നറിയാം, ഇനിയും ഒരു കുഞ്ഞിനെ കൂടി നീ പ്രസവിച്ച നിന്റെ സൗന്ദര്യമെല്ലാം പോകും. അവൻ ഉറപ്പായും നിന്നെ വെറുക്കാൻ തുടങ്ങും. ഈ പ്രായത്തിൽ ഒരു കുഞ്ഞു എന്ന് ചോദിച്ചു നിന്നെയും നിന്റെ ഭർത്താവിനെയും നാട്ടുകാർ കളിയാക്കി. എനിക്കത് ഓർക്കാനേ വയ്യ. വേഗം ആ കൺസെന്റ് ഫോം ഒപ്പിട്ട് റെഡിയാക്കി വെക്ക്. അങ്ങനെ രാവിലെ തന്നെ നമുക്ക് ഈ ശല്യത്തെ ഒഴിവാക്കാം. എന്താ നിനക്ക് ഒപ്പിടാൻ ഇത്ര ആലോചന? നിന്റെ മക്കളിതറിഞ്ഞാൽ എന്താ പറയുക എന്ന് ഓർത്തു നോക്കിക്കേ. മമ്മി എന്തായി പറയുന്നത്? എനിക്ക് ചിന്തിക്കാൻ പോലും വയ്യ. ഞാനിനി എന്റെ കൂട്ടുകാരുടെ മുഖത്ത് എങ്ങനെ നോക്കും? എനിക്കെത്ര വയസ്സായെന്ന് മമ്മിക്കറിയില്ലേ? കല്യാണ പ്രായമുള്ള മക്കളുള്ള ഒരു അമ്മയല്ലേ നിങ്ങൾ? ഞങ്ങളെപ്പറ്റി ഒരു നിമിഷം ഒന്നും ഓർത്തില്ലല്ലോ. സെൽഫിഷ് പാരന്റ്സ്. കേൾക്ക്, നീ കേൾക്ക്. എന്തൊരു നാണക്കേട്.
നീ ചിന്തിക്കുക. ഈ പ്രായത്തിൽ സമാധാനമായി ഈ ലോകസുഖങ്ങളെല്ലാം അനുഭവിച്ച് ജീവിക്കണം. അത് ഒരു കൊച്ചിനെയും ഒക്കത്ത് വെച്ച് ഉള്ള സൗന്ദര്യവും ആരോഗ്യവും ഒക്കെ കളഞ്ഞ് ജീവിക്കണം. അത് മാത്രമാണോ? ഈ പ്രായത്തിൽ ഒരു കൊച്ചുണ്ടായാൽ നല്ല കുഴപ്പം ആ കൊച്ചിനും കാണും. ചിന്തിക്കുക. നീ ചിന്തിക്കുക. അമ്മയുടെ പൊന്നു വാവേ, ഇമ്മാനുവലാണോ ഇത്? അമ്മയുടെ യേശു കുഞ്ഞാണോ ഇത്? ഉമ്മ ഉമ്മ ഒന്ന് ചിരിച്ചേ. വാവയ്ക്ക് ഉറക്കം വരുന്നുണ്ടോ? ഉറങ്ങിക്കോട്ടോ. ആരാ? മനസ്സിലായില്ലല്ലോ. ഒരു പാട്ട് കേട്ടല്ലോ. നിങ്ങളാണോ പാടിയത്? ഇവിടെ ഡോക്ടറെ കാണാൻ വന്നതാണോ? എൻ്റെ പേര് മേരി. മോളെ, ഞാനും മോനും ദാ നിന്നെ കാണാൻ വന്നതാണ്. നീ എന്തിനാ എൻ്റെ മോളെ ഇങ്ങനെ വിഷമിക്കുന്നത്? ഒരു കുഞ്ഞുവാവ നിന്റെ വയറ്റിലുള്ളതല്ലേ. നിന്റെ ഓരോ ചലനവും വികാര വിചാരങ്ങളും ആ കുഞ്ഞറിയുന്നുണ്ട്. മേരി, നിങ്ങളെങ്ങനെ അറിഞ്ഞു ഞാൻ പ്രഗ്നന്റ് ആന്ന്? എനിക്ക് മനസ്സ് വായിക്കാനുള്ള കഴിവുണ്ടെന്ന് കൂട്ടിക്കൂ. നീ ഇങ്ങനെ വിഷമിക്കില്ലേ എൻ്റെ റോസ്. നീ എത്ര ഭാഗ്യവതിയാണ് റോസ്. മക്കൾ ദൈവത്തിൻ്റെ ദാനമാണ്. ഈ ഉദരഫലം ദൈവത്തിൻ്റെ സമ്മാനമാണ് മോളെ. നിങ്ങൾക്കതൊക്കെ പറയാം. നിങ്ങൾക്കിത് ആദ്യത്തെ കുഞ്ഞായിരിക്കും അല്ലേ? എനിക്കിത് മൂന്നാമത്തെയാ. അതുകൊണ്ടാ ഞാൻ. മോളെ റോസ്, അതിന് നീ ദൈവത്തോട് നന്ദി പറയുകയല്ലേ വേണ്ടത്. ചിലപ്പോൾ ഈ കുഞ്ഞായിരിക്കും നിനക്ക് അവസാന കാലത്ത് കൂട്ടാവുക. നിനക്കറിയുമോ, അബോർഷനെ അതിജീവിച്ച പലരും വിശുദ്ധർ വരെ ആയിട്ടുണ്ട്. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ ഒരു ഉദാഹരണമാണ്. വിശുദ്ധന്റെ മാതാപിതാക്കൾ അബോർഷനെ നിരസിച്ചതുകൊണ്ടാണ് ഈ ലോകത്തിന് വിശുദ്ധനായ ഒരു പോപ്പിനെ കിട്ടിയത്. നിങ്ങൾ പറയുന്നത് കേൾക്കുമ്പോൾ എനിക്ക് എൻ്റെ ഉദരത്തിലൊരു ചലനം പോലെ. അമ്മ അമ്മ എന്നെ കൊല്ലല്ലേ അമ്മ. അമ്മ, ഒരു കുഞ്ഞു കരഞ്ഞില്ലേ ഇപ്പോ? നിങ്ങൾ കേട്ടില്ലേ? ഇല്ലേ? നിങ്ങൾ കേട്ടില്ല? ഞാൻ കേട്ടല്ലോ. റോസ്, ദൈവം അനുഗ്രഹിച്ചു നൽകിയ ഈ ജന്മം ഈ ഭൂമിയിൽ ലഭിക്കുവാൻ നിന്റെ കരുണയ്ക്കായി ആ കുഞ്ഞ് യാചിക്കുകയാണ്. ആ കുഞ്ഞിന്റെ കരച്ചിലിന് മുൻപിൽ ഒരല്പം കനിവ് കാട്ടാൻ സ്വന്തം അമ്മയായ നിനക്കല്ലാതെ മറ്റാർക്ക് കഴിയും റോസ്? മോളെ, ഈ പൊന്നോമനയ്ക്ക് ജന്മം നൽകാനായി ഞാൻ കടന്നു പോകേണ്ടി വന്ന വഴികൾ, ആ വഴികളിലൊക്കെ അപമാനവും കല്ലേറും ദാരിദ്ര്യവും വാളും പലായനവും ഒക്കെ ഉണ്ടായിരുന്നു. അതൊക്കെ അതിജീവിക്കുവാനായി കർത്താവിൻ്റെ ആത്മാവ് എൻ്റെ മേൽ വന്നു. അത്യുന്നതന്റെ ശക്തി എൻ്റെ മേൽ ആവസിച്ചു. മോളെ റോസ്, മാതൃത്വത്തിൻ്റെ മഹനീയത ഉയർത്തിപ്പിടിച്ച് നീ മറ്റു സ്ത്രീകൾക്ക് മാതൃകയാവണം. സഹായകനായ പരിശുദ്ധാത്മാവ് അതിന് നിന്നെ സഹായിക്കും. ഇതാ കർത്താവിൻ്റെ ദാസി എന്ന് പറഞ്ഞ് താഴ്മയോടെ നിന്നാൽ മതി. നിനക്കറിയുമോ, തൻ്റെ ഉദരത്തിലുള്ള കുഞ്ഞിനെ സംരക്ഷിക്കുവാൻ വേണ്ടി ജീവൻ പോലും ത്യജിച്ച അമ്മമാരുണ്ട്. വിശുദ്ധ ജിയാന ബെരേറ്റ മോളിയ ഒരു ഉദാഹരണമാണ്. പട്ടിണിയിലും രോഗത്തിലും ക്ഷാമത്തിലും എന്തിനേറെ യുദ്ധമുഖത്തു പോലും
തൻ്റെ ഉദരഫലത്തെ സംരക്ഷിക്കുവാൻ യത്നിക്കുന്ന അമ്മമാരുണ്ട്. റോസ്, ഒന്ന് ചിന്തിച്ചു നോക്കൂ. നിന്റെ അമ്മ നിന്നെ പോലെ ചിന്തിച്ചിരുന്നെങ്കിൽ ഇന്ന് ഈ ഭൂമിയിൽ ഉണ്ടാകുമായിരുന്നോ മോളെ നീ? ഭയപ്പെടേണ്ട, യേശുവിൽ ആശ്രയിക്കൂ. അവൻ പറയുന്നത് പോലെ ചെയ്യൂ. ഇമ്മാനുവേൽ, ദൈവം നമ്മോട് കൂടെയുണ്ട്. മേരി, 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 എന്റെ ശത്രു, എന്റെ ശത്രു, ഇവിടെയും ഇവിടെയും. ഇല്ല ഇല്ല ഇല്ല, എനിക്കിത് താങ്ങാൻ കഴിയുന്നില്ല. വഞ്ചകനും നുണയനുമായ സർപ്പമേ, എന്റെ മക്കളെ തൊടാൻ നീ ശ്രമിക്കരുത്. ഞാനിതാ എന്റെ മകൻ യേശുവിന്റെ നാമത്തിൽ ഉന്നതത്തിൽ നിന്ന് ലഭിച്ച ശക്തിയാൽ നിന്റെ കുടിലത നിറഞ്ഞ ശേഷ തകർക്കുന്നു. റോസ്, എങ്ങനെയുണ്ടിപ്പോൾ? നന്നായി ഉറങ്ങിയോ? രാവിലെ 10 മണിക്കല്ലേ പ്രൊസീജർ? ആ കൺസെൻറ്റ് ഫോം ഇങ്ങ് തന്നേക്കൂ. സിസ്റ്റർ, ഇതാ കൺസെന്റ് ഫോം. എനിക്കിനി അബോർഷൻ വേണ്ട. ഇന്നലെ രാത്രിയിൽ സ്വപ്നത്തിൽ ഒരു സ്ത്രീ കുഞ്ഞുമായി വന്നു. എന്നോട് കുറേ നേരം സംസാരിച്ചു. അവരുടെ സംസാരം കേട്ടപ്പോൾ എൻ്റെ ഉള്ളിലെ കുഞ്ഞു ജീവൻ തുടിക്കുന്നത് എനിക്ക് ഫീൽ ചെയ്തു. എൻ്റെ കുഞ്ഞ് ദൈവത്തിൻ്റെ ദാനമാണെന്നും ഈ ഭൂമിയിൽ ദൈവം തന്ന ജന്മം ജീവിക്കുവാൻ വേണ്ടി ആ കുഞ്ഞ് എന്നോട് യാചിക്കുകയാണെന്നും പറഞ്ഞു. ആ കുഞ്ഞിൻ്റെ ആ ദീനരോദനം എൻ്റെ ചെവികളിൽ ഇപ്പോഴും മുഴങ്ങുന്നു. ഇനി എന്തൊക്കെ പ്രശ്നങ്ങൾ നേരിടേണ്ടി വന്നാലും ഞാൻ ഈ കുഞ്ഞിന് ജന്മം നൽകും. റോസ്, അത് മറ്റാരുമല്ല, നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെയാണ് നിന്റെ അടുത്ത് വന്നത്. അതെ സിസ്റ്റർ, എനിക്കിപ്പോൾ എല്ലാം വ്യക്തമാവുന്നു. എൻ്റെ ഉദരത്തിലെ കുഞ്ഞു ജീവന്റെ യാചന, സ്വന്തം അമ്മയായ എന്നോട് എന്നെ കൊല്ലല്ലേ എന്ന ആ യാചന, ആ രോദനം എനിക്ക് വെളിവാക്കി തന്നത് നമ്മുടെ പരിശുദ്ധ അമ്മ തന്നെയാണ്. അമ്മയുടെ ഉദരത്തിൽ രൂപം കൊള്ളുന്നതിന് മുൻപേ തന്നെ ഞങ്ങളെ അറിയുന്ന നല്ല ദൈവമേ, സ്ത്രീകളായ ഞങ്ങൾക്ക് അങ്ങയുടെ അമ്മയുടെ മാതൃക പിന്തുടർന്ന് ജീവന്റെ സംരക്ഷകരാകുവാൻ ധൈര്യവും കരുണയും നൽകുന്നതിനെ ഓർത്ത് അങ്ങേക്ക് നന്ദി. What a heart-touching performance, Preston Region. Thank you so much. നല്ല പെർഫോമൻസ് ആയിരുന്നില്ലേ? നമുക്ക് ക്യാരക്ടേഴ്സിനെ ഒന്ന് പരിചയപ്പെടാം. ഇതിൽ നേഴ്സായിട്ട് സ്ക്രിപ്റ്റ് ആൻഡ് ഡയറക്റ്റഡ് ബൈ അനുമോൾ തോമസ്. നേഴ്സ് ക്യാരക്ടർ ചെയ്ത് സൗമ്യ തോമസ്, റോസ് അനുമോൾ തോമസ്, മദർ മേരി ജോയ്സ് ധീരജ്, സെയ്റ്റൻ ലിജി മാത്യു. എങ്ങനെയുണ്ടായിരുന്നു സിതാര പെർഫോമൻസ്? എനിക്ക് ഇതിലൂടെ നല്ലൊരു സന്ദേശം അവർ നമുക്ക് തന്നു. അമ്മ മാതാവിനോട് ചേർന്ന് നിൽക്കുമ്പോൾ പൈശാചിക ശക്തികൾ നമ്മളിൽ നിന്ന് വിട്ട് ഓടി അകലുന്നതായിട്ട് ഈ സ്കിറ്റിലൂടെ അവർ നല്ലൊരു സന്ദേശമാണ് നമുക്ക് നൽകിയത്. നമുക്ക് നല്ലൊരു കയ്യടി കൊടുത്താലോ പ്രിസ്റ്റൺ റീജിയന്. സോ നെക്സ്റ്റ് പ്രോഗ്രാം ഈസ് പെർഫോമിംഗ് ബൈ ഓക്സ്ഫോർഡ് റീജിയൻ. അവർ നമ്മുടെ ബൈബിളിലെ സ്ത്രീ കഥാപാത്രങ്ങളെയാണ് അവതരിപ്പിക്കുന്നത്. സോ ഫ്രം ഫെയ്ത്ത്ഫുൾ മേരി, കറേജിയസ് എസ്തർ ടു വൈസ് ഡെബ്ര, each woman in the Bible has a story filled with faith, courage and inspiration. So let us welcome Oxford region for this beautiful presentation. ഞാൻ ഭയങ്കര എക്സൈറ്റഡ് ആണ് കേട്ടോ സിതാര, നെക്സ്റ്റ് പെർഫോമൻസ്. എനിക്കറിയാം ഷീന, അത് ഷീനയുടെ റീജിയൻ ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു. അവരുടെ അനുസരണം, പ്രതിസന്ധികളിൽ കാണിച്ച് ഉറച്ച വിശ്വാസം, ലോകത്തിന് നൽകിയ മഹത്തായ സാക്ഷ്യം, ഇവയെല്ലാം നമ്മുടെ ജീവിതത്തെയും പ്രചോദിപ്പിക്കുന്നവയാണ്. ഇന്ന് അവരുടെ വിശുദ്ധ യാത്രകളിലൂടെ വിശ്വാസത്തിൻ്റെ തനിമയും ദൈവസ്നേഹത്തിൻ്റെ മഹത്വവും
പുതുവെളിച്ചത്തിൽ നമുക്ക് അനുഭവിച്ചറിയാനാകട്ടെ. സെൻറ് തോമസ് മിഷൻ നോർത്താംപ്ടൺ വിമൻസ് ഫോറം ഇപ്പോൾ നിങ്ങളിലേക്ക് എത്തിക്കുന്നത് ബൈബിളിൽ വിശ്വാസത്തിൽ മാതൃകയായ സ്ത്രീകളുടെ ഒരു ചെറു ദൃശ്യാവിഷ്കാരം. ബൈബിളിലെ സ്ത്രീരത്നങ്ങൾ. സാറ, വിശ്വാസികളുടെ പിതാവായ അബ്രഹാമിന്റെ ഭാര്യയായ സാറ, വാഗ്ദത്തം ചെയ്ത ദൈവത്തെ വിശ്വസ്തൻ എന്ന് എണ്ണുകയാൽ പ്രായം ചെന്നിട്ടും ഒരു പുത്രന് ജന്മം കൊടുക്കുവാൻ ഭാഗ്യം ലഭിച്ച ജാതികളുടെ മാതാവ് എന്നറിയപ്പെട്ട സ്ത്രീരത്നം. മിറിയം. ഇസ്രയേൽ മക്കൾ ചെങ്കടലിന്റെ നടുവിൽ ഉണങ്ങിയ നിലത്തുകൂടി അക്കരെ കടന്നപ്പോൾ മിറിയം തപ്പെടുത്തു. സ്ത്രീകൾ എല്ലാവരും തപ്പുകളോടും നൃത്തത്തോടും കൂടി അവളുടെ പിന്നാലെ ചെന്നു. ദെബോറ. ഇസ്രയേലിനെ ന്യായപാലനം ചെയ്ത ബൈബിളിലെ പ്രവാചകിയായ ഏക ന്യായാധിപ. ആത്മത്യാഗത്തിന്റെയും ധൈര്യത്തിന്റെയും നല്ല മാതൃക. റൂത്തും നവോമിയും. യഹോവയോടും അമ്മാവിയമ്മയായ നവോമിയോടുമുള്ള ഇഷ്ടത്താൽ തന്റെ നാടിനെയും വീടിനെയും വീട്ടുകാരെയും വിട്ട് യഹൂദാദേശത്തെത്തിയ മൊവാബ്യ സ്ത്രീയായ റൂത്ത്. നിന്റെ ജനം എന്റെ ജനം, നിന്റെ ദൈവം എന്റെ ദൈവം, നീ മരിക്കുന്നിടത്ത് ഞാനും മരിച്ച് അടക്കപ്പെടും എന്നു പറഞ്ഞ് അവൾ അമ്മാവിയമ്മയായ നവോമിയോട് പറ്റിച്ചേർന്നു നിന്നു. ഹന്ന. ഇസ്രയേലിന്റെ ന്യായാധിപന്മാരിൽ ഏറ്റവും ഒടുവിലത്തെ ന്യായാധിപനായ ശമൂവേൽ പ്രവാചകന്റെ അമ്മയായ ഹന്ന. ഹന്നയുടെ മടുത്തുപോകാത്ത പ്രാർത്ഥനയും ത്യാഗമനോഭാവവും സമർപ്പണവും ദൈവഭക്തിയും വിശ്വാസവും നാം മാതൃകയാക്കേണ്ടതാണ്. അബിഗേൽ. കർമ്മേലിലെ മഹാധനികനായ നബാലിന്റെ ഭാര്യ. ദുഷ്ടനും അവിവേകിയുമായ തന്റെ ഭർത്താവിന്റെ പ്രവൃത്തിയാൽ വന്നു ഭവിക്കാമായിരുന്ന വലിയ ദുരന്തത്തെ സ്വന്തം വിവേകം കൊണ്ടും സന്ദർഭോചിതമായ പ്രവൃത്തി കൊണ്ടും അനുഗ്രഹമാക്കി മാറ്റിയ ധീര വനിത. നയമാന്റെ വീട്ടിലെ അടിമ പെൺകുട്ടി. അചഞ്ചലമായ വിശ്വാസമുണ്ടായിരുന്ന അടിമ പെൺകുട്ടി. പരാക്രമശാലിയായിരുന്നുവെങ്കിലും ക്ഷിപ്രകോപിയായിരുന്ന യജമാനനായ നയമാന്റെ മുന്നിൽ ധൈര്യപൂർവം തന്റെ ദൈവത്തെ പരിചയപ്പെടുത്തി അദ്ദേഹത്തെ സൗഖ്യത്തിലേക്ക് നയിച്ച ധീരയായ പെൺകുട്ടി. എസ്തേർ. അഹസ്വരോസ് രാജാവിന്റെ പ്രിയ പത്നി. തന്റെ രാജ്ഞപദത്തിലും കൊട്ടാരത്തിലെ സുഖലോലുപതയിലും ഒന്നും മതിമറന്ന് ആഹ്ലാദിക്കാതെയിരുന്ന എസ്തേർ തന്റെ ജീവൻ നഷ്ടപ്പെടാൻ സാധ്യതയുണ്ടായിരുന്നിട്ടും സ്വജനത്തിന്റെ വിടുതലിനു വേണ്ടി രാജസന്നിധിയിൽ സധൈര്യം നിലകൊണ്ട പ്രൗഢയും കുലീനയുമായ ഉത്തമ സ്ത്രീ. മറിയയും എലീശബത്തും. നമ്മുടെ കർത്താവും രക്ഷകനുമായ യേശു ക്രിസ്തുവിന് ജനിക്കാൻ ഇതാ ഞാൻ കർത്താവിന്റെ ദാസി, നിന്റെ വാക്ക് എന്നിൽ ഭവിക്കട്ടെ എന്ന് പറഞ്ഞ് തന്നെത്താൻ ദൈവത്തിന് സമർപ്പിച്ച മറിയം. യേശു ക്രിസ്തുവിന് വഴിയൊരുക്കുവാൻ വന്ന യോഹന്നാന് ജന്മം കൊടുത്ത എലിസബത്ത്. ദൈവസന്നിധിയിൽ നീതിയുള്ളവൾ, കർത്താവിന്റെ സകല കൽപ്പനയിലും കുറ്റമില്ലാത്തവളുമായ ഉത്തമ സ്ത്രീ എലിസബത്ത്. ഹന്ന പ്രവാചകി. അശേർ ഗോത്രത്തിലെ ഫനുവേലിന്റെ മകളായ ഹന്ന പ്രവാചകി. വളരെ വയസ്സു ചെന്നിട്ടും ദേവാലയം വിട്ടുപിരിയാതെ പ്രാർത്ഥനയോടും ഉപവാസത്തോടും കൂടെ രാവും പകലും ആരാധന കഴിച്ചു പോന്നു. അതുകൊണ്ട് യെരുശലേമിന്റെ വീണ്ടെടുപ്പിനായി കാത്തിരുന്ന എല്ലാവരോടും യേശുവിനെ പ്രസ്താവിക്കുവാൻ ഹന്ന പ്രവാചകിക്ക് കഴിഞ്ഞു. മാർത്തയും മറിയയും. യേശു സ്നേഹിച്ച ലാസറിന്റെ സഹോദരിമാർ. യേശുവിന്റെ പാദപീഠത്തിലിരുന്ന് എപ്പോഴും യേശുവിന്റെ മൊഴികൾക്ക് ചെവി കൊടുത്ത് നല്ല അംശം തിരഞ്ഞെടുത്ത മറിയ. മാർത്തയുടെ അതിഥി സൽക്കാരം ഏവർക്കും മാതൃകയാക്കാവുന്നതാണ്. ശമരിയാക്കാരി സ്ത്രീ. മശിഹ ആണെന്ന് തിരിച്ചറിഞ്ഞവൾ. അറിഞ്ഞ സത്യം മറച്ചുവെക്കാതെ സർവവും മറന്ന് പട്ടണത്തിലേക്ക് ഓടിച്ചെന്ന് ആ സദ്വർത്തമാനം എല്ലാവരെയും അറിയിക്കുന്നു.
മഗ്ദലനക്കാരി മറിയം. യേശുവിന്റെ ശുശ്രൂഷയുടെ അവസാനം വരെ യേശുവിനെ അനുഗമിച്ചവൾ. അതിരാവിലെ കല്ലറയിലെത്തിയ മഗ്ദലനക്കാരി മറിയത്തെയാണ് താൻ ഉയർത്തെഴുന്നേറ്റുവെന്ന സദ്വർത്തമാനം ശിഷ്യന്മാരെ അറിയിക്കുവാൻ യേശു ചുമതലപ്പെടുത്തിയത്. വേദപുസ്തകത്താളുകളിൽ ഇന്നും ജീവിക്കുന്ന ഈ സ്ത്രീരത്നങ്ങൾ വിധേയത്വത്തിന്റെയും വിശ്വസ്തതയുടെയും ഭക്തിയുടെയും നേതൃത്വ പാടവത്തിന്റെയും ഉത്തമ മാതൃക നമ്മെ കാട്ടിത്തരുന്നു. ദൈവാശ്രയ ബോധത്തോടെ തങ്ങളുടെ ജീവിത പ്രതിസന്ധികളിൽ കത്തിജ്വലിച്ച ഈ തീനാളങ്ങൾ കൂരിരുൾ നിറഞ്ഞ നമ്മുടെ ജീവിത പാതയിലും മാർഗദീപങ്ങളാവട്ടെ. താങ്ക് യു ഓക്സ്ഫോർഡ് റീജിയൻ ഫോർ ദ വണ്ടർഫുൾ പെർഫോമൻസ്. വളരെ ഇൻഫോർമേറ്റീവ് ആയിട്ടുള്ള ഒരു പെർഫോമൻസ് ആയിരുന്നു അത്. സ്ത്രീ കഥാപാത്രങ്ങളെ വളരെ മനോഹരമായി അതിൻ്റെ തനിമയോടുകൂടി തന്നെ അവർക്ക് നമ്മുടെ മുമ്പിലേക്ക് എത്തിക്കാൻ കഴിഞ്ഞു. സോ വൺസ് അഗെയിൻ പ്ലീസ് ഗീവ് എ ബിഗ് റൗണ്ട് ഓഫ് അപ്ലോസ് പ്ലീസ്. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ. എന്താ ഷീന മൂളിപ്പാട്ടൊക്കെ ആയിട്ട്? ചിലവരൊക്കെ ഈ ഓർക്കാൻ ആഗ്രഹിക്കാത്ത ചില സംഭവങ്ങളൊക്കെ ഒന്ന് ഓർപ്പിച്ചേക്കാന്ന് വിചാരിച്ചു. പക്ഷെ ഇതൊരു കല്യാണപ്പാട്ടായിട്ടാണല്ലോ എനിക്ക് തോന്നിയത്. അതുമായിട്ടാണ് നെക്സ്റ്റ് ടീം വരുന്നത്. സോ വിവാഹ വേഷങ്ങളും ഗ്രേസ്ഫുൾ മൂവ്മെന്റ്സും വൈബ്രന്റ് എനർജിയും കൂടി ലെസ്റ്റർ റീജിയൻ നമ്മുടെ മുൻപിലേക്ക് എത്തിക്കുന്നു വിവാഹ വേഷങ്ങളുമായിട്ട്. സോ ലെറ്റ് us വെൽക്കം ലെസ്റ്റർ റീജിയൻ. നമ്മുടെ കത്തോലിക്ക സഭയിൽ കൂദാശകൾ ദൈവകൃപയ്ക്കായി ദൈവമക്കളെ ഒരുക്കുന്നതിനും ജീവിതത്തിലെ വിവിധ സാഹചര്യങ്ങളെ വിശദീകരിക്കുന്നതിനുമായി സഭ സ്ഥാപിച്ച പരിശുദ്ധ അടയാളങ്ങളാണ്. അതിൽ തന്നെ വിവാഹം ദൈവത്തിൻ്റെ അനുഗ്രഹത്തിൽ രണ്ട് വ്യക്തികൾ പരസ്പരം സ്നേഹത്തിലും വിശ്വാസത്തിലും ഒന്നാകുന്ന പരിശുദ്ധ ബന്ധമാണ്. അതൊരു കുടുംബത്തിൻ്റെ തുടക്കം കുറിക്കലാണ്. അതെ, മംഗല്യ സൗഭാഗ്യമേകാൻ സഹൃദയരെ, നിങ്ങളുടെ കലാ ആസ്വാദനത്തിന് ഒരു പടി കൂടി കുളിർമയേകാൻ ലെസ്റ്റർ റീജിയൻ അവതരിപ്പിക്കുന്നു വെഡ്ഡിംഗ് കോസ്റ്റ്യൂം വിത്ത് ഡാൻസ്. വിശ്വാസത്തിൻ്റെയും സംസ്കാരത്തിൻ്റെയും പാരമ്പര്യത്തിൻ്റെയും സ്നേഹത്തിൻ്റെയും ഒരു മനോഹര സംയോജനം. കേരള സഭയിലെ വിവാഹവേളയിലെ വധൂവരന്മാരുടെ വേഷവിധാനത്തിൽ വിവാഹത്തിൻ്റെ ആനന്ദം നൃത്തത്തിലൂടെ അവതരിപ്പിക്കുന്ന ഒരു മനോഹര നിമിഷം. ഈ നൃത്താവിഷ്കാരത്തിൽ നാം കാണാൻ പോകുന്നത് നസ്രാണി ക്രൈസ്തവ പാരമ്പര്യം വിളിച്ചോതി വധൂവരന്മാർ വിവാഹത്തിനായി അണിഞ്ഞൊരുങ്ങിയെത്തുന്ന വേഷവിധാനങ്ങൾ. ഓരോ വേഷവും വിശ്വാസത്തിൻ്റെ ഔന്നത്യവും വിശുദ്ധിയുടെ പൂർണ്ണതയും സ്നേഹത്തിൻ്റെ സൗന്ദര്യവും സംസ്കാരത്തിൻ്റെ മഹത്വവും പ്രതിഫലിപ്പിക്കുന്നു. സങ്കീർത്തനങ്ങൾ 149 അധ്യായം 3 തിരുവചനം ഇങ്ങനെ പറയുന്നു: നൃത്തം ചെയ്തുകൊണ്ട് അവർ അവിടുത്തെ നാമത്തെ സ്തുതിക്കട്ടെ, തപ്പുകൊട്ടിയും കിന്നരം മീട്ടിയും അവർ അവിടുത്തെ സ്തുതിക്കട്ടെ. അതിനാൽ നമുക്ക് ഈ നിമിഷം ദൈവത്തിൻ്റെ സ്തുതിയോടും സന്തോഷത്തോടും കൂടി ആഘോഷിക്കാം. കേരളത്തിൻ്റെ തനതായ നസ്രാണി പാരമ്പര്യം വിളിച്ചോതുന്ന തരത്തിൽ വിവിധ വേഷവിധാനത്തിൽ ലെസ്റ്റർ റീജിയനിലെ മിഷനുകൾ ഇതാ വേദിയിലേക്ക് എത്തുന്നു. മാൻസ്ഫീൽഡ് മാർ ഔസേ പ്രൊപ്പോസ്ഡ് മിഷൻ പഴയകാല ചട്ടയും മുണ്ടും നേരിയതും. ലെസ്റ്റർ സെൻറ്റ് അൽഫോൻസ മിഷൻ സാരി ആൻഡ് ജുബ. നോട്ടിങ്ങാം സെൻറ്റ് ജോൺ മിഷൻ ഗൗൺ ആൻഡ് സ്യൂട്ട്. ഡാബി ഗബ്രിയൽ മിഷൻ സെൻറ്റ് ഗബ്രിയൽ മിഷൻ മോഡേൺ ചട്ടയും മുണ്ടും ജുബയും മുണ്ടും. കാണുവിൻ, ആസ്വദിക്കുവിൻ. സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ സൗഭാഗ്യമേകാൻ.
പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും പിതാവും കന്യാംബികയും കോമൽ സുതനാമീശോയും കുടുംബമാം യാഗവേദിയിൽ ആത്മാർപ്പണം ചെയ്തതുപോലെ അർപ്പണം ചെയ്യാൻ കുടുംബമാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും സദ്ഗുണവതിയാം സാറയുമൊപ്പം സൗഭാഗ്യവാനാം തോബിയാസും പാവനമാം സ്നേഹവേദിയിൽ തങ്ങളിലൊന്നായി തീർന്നതുപോലെ തുണയായി ഇണയായി സാക്ഷികളാകാൻ ഭാവുകം നേരുന്നിതാ, ഭാവുകം നേരുന്നിതാ. മംഗല്യ സൗഭാഗ്യമേകാൻ മണ്ണിനെ വിണ്ണോടു ചേർക്കാൻ കല്യാണരൂപനാകും യേശുനാഥൻ കരുണാവർഷം പൊഴിയുന്നു. മംഗല്യ സൗഭാഗ്യമേകാൻ What a powerful performance. അടിപൊളി പെർഫോമൻസ്. ഒരു 20 താങ്ക് യു ടീം ലെസ്റ്റർ. എല്ലാവർക്കും ഇഷ്ടപ്പെട്ടോ? അവർ പൊളിച്ചൂലേ? ഒരു 20 വർഷം മുന്നിലേക്ക് ഞാൻ പെട്ടെന്ന് ഒന്ന് ഓടിപ്പോയി. നിങ്ങളെല്ലാവരും നിങ്ങളുടെ കല്യാണ ദിവസങ്ങൾ ഓർത്തിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട് ഇതിൽ. സോ നല്ലൊരു കൈയ്യടി കൊടുക്കാമോ ഇവർക്ക്? നമുക്ക് ഒരു അടിപൊളി ഡാൻസുമായിട്ട് ലണ്ടൻ റീജിയൻ വരുന്നുണ്ട് ഇനി.
people wonder where my secret lies. I'm not cute or built to suit a fashion model size. When I start to tell them, they think I'm telling lies. I say, it's in the reach of my arms, the span of my hips, the stride of my step, the curl of my lips. I'm a woman, phenomenally. I walk into a room just as cool as you please, and to a man the fellows stand or fall down on their knees. Then they swarm around me, a hive of honeybees. I say, it's the fire in my eyes, the flash of my teeth, the swing in my waist, the joy in my feet. I'm a woman, phenomenally. Men themselves have wondered what they see in me. They try so much, but they can't touch my inner mystery. When I try to show them, they say they still can't see. I say, it's in the arch of my back, the sun of my smile, the rise of my breasts, the grace of my style. I'm a woman, phenomenally. Now you understand just why my head's not bowed. I don't shout or jump about or have to talk real loud. When you see me passing, it ought to make you proud. I say, it's in the click of my heels, the bend of my hair, the palms of my hand, the need for my care. I'm a woman, phenomenally, phenomenal woman. That's my mother and all your mothers, and my grandmother and all your grandmothers, and my great-grandmothers, and your greats, and my great-greats, and all you women, and me, phenomenal woman. What does the Bible say? You are beautiful, for you are fearfully and wonderfully made. Listen to this proverb. She is clothed in strength and dignity, and she laughs without fear of the future. A praying woman is a woman of strength and courage. When she is weak, she knows where to lean. എന്നുള്ളം തിരയുന്നൊരീ സ്നേഹം നീ മാത്രമേ. എന്നിനവിലും കനവിലുമായി നിറയുന്നൊരെൻ ദൈവമേ. എന്നെ നിൻ സ്വന്തമാക്കിടൂ, എന്നെ നിൻ നാദമാക്കിടൂ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. ആരാധ്യനേ, പരിശുദ്ധനേ, പരമോന്നത ദൈവമേ, അണയുന്നു ഞാൻ തിരുമുൻപിലായി, അലിവോടെ എന്നെ നോക്കണമേ. She reaches out to the needy. She stretches out her hand to the poor. She's strong. She's valiant. She's fearless. She's enough. By the grace of God, I am what I am. നിങ്ങൾ മൂടും വഴിയിൽ നിൻ സ്നേഹം തുണയായി വരണേ എന്നാഥാ. കരമൊന്നു തളരും നേരത്തും കരുതലിൻ കരമായി വരണേ നീ. ഇടനെഞ്ചിൽ മുറിവോടെ
you. Be strong and courageous. Do not be frightened and do not be dismayed, for the Lord your God is with you wherever you go. Blessed is she who has believed. Oh, thank you, Lenten region. Thank you so much. What an amazing performance. നിങ്ങൾ വളരെ നന്നായി പെർഫോം ചെയ്തു. വിത്ത് റിതം, എക്സ്പ്രഷൻ ആൻഡ് മ്യൂസിക് വോവൻ വിത്ത് ബൈബിൾ വേഴ്സസ്. എത്ര മനോഹരമായിട്ടാണ് അവർ സ്ത്രീയുടെ ഫെയ്ത്തിനെ കുറിച്ചും കോൺഫിഡൻസ്, ഡിഗ്നിറ്റി ആൻഡ് ഇന്നർ സ്ട്രെങ്ത് എല്ലാം വളരെ മനോഹരമായിട്ട് ഇവിടെ അവതരിപ്പിച്ചു ഡാൻസിൻ്റെ ഭാവത്തിലൂടെ. നല്ലൊരു കയ്യടി കൊടുത്തേ ലണ്ടൻ റീജിയന്. നമ്മുടെ വുമൻസ് ഫോറം മെമ്പേഴ്സിൻ്റെ അമേസിംഗ് ആയിട്ടുള്ള പെർഫോമൻസ് ആയിരുന്നു നമ്മൾ ഇതുവരെ കണ്ടുകൊണ്ടിരുന്നത്. നമ്മുടെ മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാവരുടെയും ഹാർഡ് വർക്ക്, ഡെഡിക്കേഷൻ, ക്രിയേറ്റിവിറ്റി എല്ലാം അപ്രീഷിയേറ്റ് ചെയ്യേണ്ടത് തന്നെയാണ്. നല്ലൊരു കയ്യടി എല്ലാവർക്കും കൊടുക്കാമോ? എല്ലാവരും മടുത്തെന്ന് തോന്നുന്നല്ലോ. ചായയൊക്കെ കുടിച്ച് എനർജറ്റിക് ആയില്ലേ? As we conclude this beautiful culture program, we express our heartfelt gratitude to all gathered here today. May Jesus Christ continue to strengthen our unity and inspire every woman to be a witness of His love. As St. Paul says, let all that you do be done in love. Thank you, and may God bless us all abundantly. So, as we conclude, നമുക്ക് നമ്മുടെ വുമൻസ് ഫോറം ആന്തം പാടാനായിട്ട് മാഞ്ചസ്റ്റർ റീജിയനെ ക്ഷണിക്കുന്നു. സുസ്ഥിശോഭിതേ സമ്പൂർണ്ണ സൗന്ദര്യമേ തിരുസഭാവാഴിതൻ സൗരഭ്യമേ പരിശുദ്ധ മാതാവേ ജീവനിൻ തണലിൽ അരുണിമ പകരുമേ തരുണികൾ ഞങ്ങൾ. ആവേ ആവേ ആനന്ദദായിനി വിശ്വാസദീപമാ രാജിക്കണീന. ആവേ ആവേ ആനന്ദദായിനി വിശ്വാസദീപമാ രാജിക്കണീന. ദൈവസ്നേഹത്തിൻ വാതിൽ തുറന്നിടാൻ പ്രത്യാശ വെളിച്ചം പകർന്നിടുവാൻ ഭവനത്തിലെന്നും കിടാവിളക്കായിടും എപ്പാർക്കിടൻ അഭിമാന താരക നീ. ആവേ ആവേ ആനന്ദദായിനി വിശ്വാസദീപമായി രാജിക്കണീന. ആവേ ആവേ ആനന്ദദായിനി വിശ്വാസദീപമായി രാജിക്കണീന. വിമൻസ് ഫോറം, വിമൻസ് ഫോറം, ഗ്രേറ്റ് ബ്രിട്ടൻ രൂപത വനിതാ പ്രവാഹം സീറോ മലബാർ സബദൻ ശക്തി. വിമൻസ് ഫോറം, വിമൻസ് ഫോറം, വിമൻസ് ഫോറം, വിമൻസ് ഫോറം. നമുക്ക് എല്ലാവരും തിരിച്ചു പോകുന്നതിന് മുന്നേ പിതാവിൻ്റെ ഒരു ആശീർവാദത്തോടു കൂടി നമുക്ക് പ്രാർത്ഥനയോടുകൂടി പിരിയാം. സോ ഐ ഇൻവൈറ്റ് മാർ ജോസഫ് സ്രാമ്പിക്കൽ ടു ദി സ്റ്റേജ് പ്ലീസ്. നമുക്ക് പരിശുദ്ധ അമ്മയ്ക്ക് നന്ദി പറയാം. അമ്മയുടെ സാന്നിധ്യത്തിന് മധ്യസ്ഥാപേക്ഷകൾക്ക് പ്രത്യേകിച്ച് നമ്മുടെ യാത്രയെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. നന്മ പറഞ്ഞു പറയുമേ സ്വസ്തി. കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. അങ്ങയുടെ തരത്തിലുമായ ഈശോ അനുഗ്രഹിക്കപ്പെട്ടതാകുന്നു. പരിശുദ്ധ മറിയമേ തമ്പുരാന്റെ അമ്മേ, പാപികളായ ഞങ്ങൾക്ക് വേണ്ടി
ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ. സുകൃഷ്ണയുടെ പിതാവേ, ഞങ്ങളുടെ നാം പൂജിതമാണമേ, ഞങ്ങളുടെ രാജ്യഗണമേ, ഞങ്ങളുടെ തിരുമനസ്സുഖതരെ പോലെ ഭൂമിയിലും ആകണമേ. അന്നു വേണ്ടി ആഹാരം നിങ്ങൾക്ക് തരണമേ. ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിച്ചിരിക്കുന്ന പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുതേ, തിന്മയെ രക്ഷിച്ചുകൊള്ളണമേ. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ആദിയിലെ പോലെ ഇപ്പോഴും എപ്പോഴും നയിക്കുവാമേ. കർത്താവ് നമ്മൾ കാണിച്ച വലിയ കരുണയ്ക്ക് നന്ദി പറയുന്നു. ഈ വർഷവും നമുക്കെല്ലാവർക്കും ഒന്നിച്ചു ചേരാനും എല്ലാ കാര്യങ്ങളും വളരെ ഭംഗിയായിട്ട് പൂർത്തിയാക്കാനും നമ്മളെ കർത്താവ് നമ്മളിലൂടെ പ്രവർത്തിച്ചു. നമുക്ക് നന്ദി പറയാം. നമ്മുടെ യാത്രയും നമ്മുടെ തുടർന്നുള്ള ജീവിതമെല്ലാം പരിശുദ്ധ അമ്മയ്ക്ക് സമർപ്പിച്ചുകൊണ്ട് ആശീർവാദം വിളിച്ചപേക്ഷിക്കുന്നു. നമ്മുടെ കർത്താവ് ശംസിഹായുടെ കൃപയും പിതാവായ തിരുസ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മളെല്ലാവരും ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. ഈശംസിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. എപ്പോഴും സ്തുതിയായിരിക്കട്ടെ. താങ്ക് യു ഓൾ. നമുക്ക് കുറച്ച് ഇൻകൺവീനിയൻസ് ഫുഡിൻ്റെ ടൈമിലുണ്ടായിരുന്നു. അത് അൺഎക്സ്പെക്റ്റഡ് കുറച്ച് രജിസ്ട്രേഷൻസ് കൂടുതൽ വന്നുകൊണ്ടാണ്. അപ്പോൾ എല്ലാവരോടും അപ്പോളജീസ്. ഓക്കെ, എല്ലാവർക്കും ഒരിക്കൽ കൂടി താങ്ക്സ് പറയുന്നു. പിതാവ് സൂചിപ്പിച്ചു, കഴിഞ്ഞ വർഷം സെപ്റ്റംബർ മാസത്തിൽ തുടങ്ങിയ ഒരുക്കമാണ് ഈ വർഷത്തെ തൈബൂസായിക്ക് വേണ്ടി. നമ്മുടെ അടുത്ത വർഷത്തെ തൈബൂസായിക്ക് വേണ്ടി ഇപ്പോൾ തന്നെ നമുക്ക് ഒരുങ്ങാം. ഡിസംബർ മാസം ആദ്യത്തെ ശനിയാഴ്ച ആയിരിക്കണം നമ്മുടെ അടുത്ത വർഷത്തെ തൈബൂസ. അതിനുവേണ്ടി എല്ലാവരും പ്രാർത്ഥിച്ചൊരുങ്ങുക. ഒരിക്കൽ കൂടിയും വിമൻസ് ഫോറത്തിൻ്റെ ഈ നിലവിലുള്ള സെൻട്രൽ ടീമിന് ഒരു കൂടി എല്ലാ അനുമോദനങ്ങളും അഭിനന്ദനങ്ങളും അർപ്പിക്കുകയാണ്. ഈ ഒരു തൈബൂസ ഏറ്റവും മനോഹരമായിട്ട് ക്രമീകരിക്കുവാൻ അവർക്ക് സാധിച്ചു. അതിനൊരിക്കൽ കൂടി അവരെ പ്രത്യേകമായിട്ട് അഭിനന്ദിക്കുകയും അവർക്ക് നന്ദി പറയുകയും ചെയ്യുന്നു. പുതിയ ടീം ഏറ്റെടുക്കുമ്പോൾ എല്ലാ കാര്യങ്ങളും ഏറെ മനോഹരമായിട്ട് ചെയ്യുവാൻ നിങ്ങളുടെ എല്ലാവരുടെയും സഹകരണവും പ്രോത്സാഹനവും പ്രാർത്ഥനയും അവർക്ക് ആവശ്യമുണ്ട്. അതെല്ലാം നന്നായിട്ട് കൊടുക്കുവാനായിട്ട് ശ്രദ്ധിക്കണം എന്നുകൂടി പ്രത്യേകമായിട്ട് ഓർപ്പിക്കുകയാണ്. Thank you. Thank you. Wishing you all a Merry Christmas and a Happy New Year. See you next year.